പുഴകളെയും നദികളെയും സ്നേഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഒപ്പം നീന്തൽ ആഗ്രഹിക്കുന്നവരും. ശാരീരിക പരിമിതിയുണ്ടെങ്കിൽ വെള്ളത്തിലിറങ്ങി നീന്തുക അസാധ്യമാണ്. എനിക്കൊപ്പമുള്ള എൻ്റെ സുഹൃത്ത് അസീം വെള്ളിമണ്ണയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. S2 കാറ്റഗറിയിൽ വേൾഡ് റാങ്കിങ്ങിൽ 8ാം സ്ഥാനത്താണുള്ളത്. ലോകത്ത് നിരവധി സ്ഥലങ്ങളിൽ, സിംഗപ്പൂർ അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി മത്സരിച്ച പരിചയം കൂടിയുണ്ട്. അദ്ദേഹത്തിന് ഓസ്ട്രേലിയയിലാണ് അടുത്ത മത്സരം. പക്ഷേ ചില ബുദ്ധിമുട്ടുകൾ അദ്ദേഹം നേരിടുകയാണ്. അടുത്ത മത്സരം വരുന്നത് ഓസ്ട്രേലിയയിലാണ്. അതെ, എന്താണ് പ്രതിസന്ധി? പ്രതിസന്ധി എന്ന് പറയുന്നത് ഫണ്ട് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാമ്പത്തികമായിട്ട് വലിയ ആൾക്കാരൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്കതിന് പറ്റൂല. അപ്പം ഇങ്ങനെ ഇതുവരെ പാരീസിലും സിംഗപ്പൂരൊക്കെ പോയത് വിഭാഗ ആൾക്കാരൊക്കെ ചേർത്ത് പിടിക്കലിനും സപ്പോർട്ടിനൊക്കെ ഒരു ഫലമായിട്ടാണ്. അപ്പം ഓസ്ട്രേലിയക്കും അങ്ങനെ ഉണ്ടായാൽ മാത്രമാണ് എനിക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുക. പിന്നെ ഇങ്ങനത്തെ ഈ സീരീസുകളിൽ മത്സരിച്ചാൽ മാത്രമാണ് നമുക്ക് ചാമ്പ്യൻഷിപ്പിലും ഏഷ്യൻ ഗെയിംസിലും ഒളിമ്പിക്സിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഇപ്പം നമ്മുടെ മലബാർ ഗോൾഡിൻ്റെ ഷൽമിലാൽക്ക 3 ലക്ഷം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നെല്ലറ ഷംസുക്ക 1 ലക്ഷം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 3 പേരാണ് പോകുന്നത്. ഞാനും എൻ്റെ ഉപ്പയും ഫിസിയുമാണ് പോകുന്നത്. അപ്പം ഒരാൾക്ക് തന്നെ ഏകദേശം 3 ലക്ഷത്തിൻ്റെ അടുത്ത് ചെലവ് വരും. അപ്പോൾ ഞങ്ങൾ 3 ആൾ കൂടി ആകുമ്പം ഏകദേശം ഒരു 8 ലക്ഷത്തിൻ്റെ അടുത്ത് വരും. 4-ാം തീയതിക്കുള്ളിൽ അടച്ചാൽ മാത്രമാണ് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. നാളെ ഒരു ദിവസം കൂടി മാത്രമേ ഉള്ളൂ. വേറെ ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ സാമ്പത്തികം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. കഴിഞ്ഞ തവണയും അവസാന മിനിറ്റിലാണ് നമുക്ക് സാമ്പത്തിക സഹായം ലഭിച്ചത്. അതെ, അപ്രതീക്ഷിതമായിട്ട് അവസാനം വെച്ചാൽ നമുക്ക് കിട്ടിയത്. അതും റിപ്പോർട്ട് ചാനലിൻ്റെ അടമകനും എല്ലാം ഉണ്ടായിരുന്നു. പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ. പിന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും പ്രതീക്ഷ കൈവിടരുത്. സുമനസ്സുകൾ സഹായവുമായി എത്തും. ഓസ്ട്രേലിയക്ക് പോകാൻ തയ്യാറായി നിൽക്കുക എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അതായത് ഇപ്പോൾ അസീമിൻ്റെ മുന്നിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു ദിവസം മാത്രമാണുള്ളത്. ഇപ്പോൾ ഏതാണ്ട് 3.5-4 ലക്ഷം രൂപ മാത്രമേ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഏതാണ്ട് ഒരു 5 ലക്ഷത്തോളം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഓസ്ട്രേലിയക്ക് പറക്കാൻ കഴിയൂ. വേൾഡ് ചാമ്പ്യൻഷിപ്പിലും അതോടൊപ്പം തന്നെ ഏഷ്യൻ ഗെയിംസിലൊക്കെ മത്സരിക്കണമെങ്കിൽ, ഒളിമ്പിക്സിലടക്കം മത്സരിക്കണമെങ്കിൽ ഈ ചാമ്പ്യൻഷിപ്പിൽ സീരീസിൽ പങ്കെടുത്താൽ മാത്രമേ കഴിയൂ എന്നാണ് അസീം വെള്ളിമണ്ണ പറയുന്നത്. ഏതായാലും സുമനസ്സുകൾ എത്തുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ഈ പുഴക്കരയിൽ നീന്താൻ തയ്യാറെടുത്ത് നിൽക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KV മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.